അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളെ ലൈറ്റ് നമ്മുടെ കൈകളിലെത്തി ഗൈസ്. ഇതാണ് പറഞ്ഞ ലൈറ്റ്. ആ വലുപ്പം കണ്ടപ്പോൾ വെച്ച് ഞാൻ ഒന്നായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ കുറേ സ്പെയർ പാർട്സ് ആണല്ലോ ഗൈസ്. ഒരു ചപ്പാത്തിക്കല്ല്, അത് പരത്താനുള്ള കോല്, അങ്ങനെ എല്ലാ സ്പെയർ പാർട്സും ഉണ്ട് ഗൈസ്. അങ്ങനെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഞാനിത് എങ്ങനെ ജോയിൻ ചെയ്യിക്കണമെന്ന് പഠിച്ചു. യെസ്, ഇനി അതാണ് നമ്മുടെ ടാസ്ക്. ഇതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. ഈ ഒരു പുതക്കണ്ണാടി അതിനകത്ത് ഫിറ്റ് ചെയ്യണം. എങ്ങനെ? ഹൗ? ഇങ്ങനെ തന്നെ. അങ്ങനെ 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 നല്ല ഗൈസ്. യെസ്, ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്തു ഗൈസ്. ഇല്ല, ഫൈനലി ആയിട്ടില്ല ഗൈസ്. ഈ ഒരു നട്ടും ബോൾട്ടോടി നമുക്ക് അതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് ഈ 2 ഓട്ടകൾക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇട്ട് കൊടുത്ത് മുറുക്കി കൊടുക്കണം. ആദ്യം കൈകൊണ്ട് മുറുക്കി കൊടുക്കുക. നന്നായി 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 തന്നെ മുറുക്കി കൊടുക്കാം. ഇനി കൈകൊണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കത്രയോ ഉപയോഗിക്കാം. അങ്ങനെ ഒരു കത്രയാണ് കൈ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മുറുക്കി കൊടുക്കാം. അങ്ങനെ തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ ലൈറ്റ് ഫിക്സ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ചെയ്യും, ഒരു ചാർജറിൻ്റെ മോറെടുക്കുക, പിന്നെ കുത്തുക, പ്ലഗിൽ കുത്തി കൊടുക്കുക, സ്വിച്ച് ഇടുക, മിന്നിക്കുക. ഹായ് അമ്മ, എൻ്റെ ഓരോ ലൈറ്റുകളാ. ഇനി പ്രധാനമായും റിമോട്ടിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്ട്രിപ്പ് വലിച്ചാൽ മാത്രമേ നമുക്ക് ലൈറ്റ് കത്തുള്ളൂ. അങ്ങനെ സ്വിച്ചിട്ട് ലൈറ്റ് കത്തിക്കുക. വാവ്, പച്ച, മഞ്ഞ, നീല, ചുവപ്പ് എല്ലാം ഉണ്ട്. ഇനി നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ട ഏത് എസ്തെറ്റിക് ലുക്കാണോ അതിനനുസരിച്ച് ഈ ഒരു ലൈറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ബൈ. ലാ.